ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഒരു അടിപൊളി സാമ്പാർ തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി സാമ്പാർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ക്വാളിറ്റി അനുസരിച്ചാണ്. നമ്മളിത് വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഒരു 2 to 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം പാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് താല്പര്യം അതൊക്കെ ചേർത്തോളൂ കേട്ടോ. കുറച്ച് കരിവേപ്പില, മുരിങ്ങക്കോല്, തക്കാളി, ക്യാരറ്റ്, മത്തങ്ങ, കിഴങ്ങ്, സവോള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് സാമ്പാറിൽ നമുക്ക് ആഡ് ചെയ്യാൻ താല്പര്യം അതൊക്കെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം ഓയിൽ ചൂടായതിന് ശേഷം സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം ഒന്നും വഴണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ സവോള ഇവിടെ ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. 2 സെക്കൻഡ് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു കരിവേപ്പില ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 10 to 12 വെളുത്തുള്ളി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒരു 10 to 12 എണ്ണം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് തുവരപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 to 6 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പൾപ്പും കൂടെ ഒന്ന് ഒഴിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ പുളി ഒഴിച്ചതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പുണ്ടോ ഉള്ളോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 to 6 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കടുകൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വത്തലമുളക് ഞുറുക്കി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക എല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 5 to 6 വെളുത്തുള്ളിയും 5 to 6 ചെറിയ ഉള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വിസിൽ വന്നതിന് ശേഷം ഞാൻ തണക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കോളൂ, നല്ലൊരു ബോയിലും വരുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ ഈ ഒരു സാമ്പാർ നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം അധികം ഉടങ്ങിയും പോയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ റോസ്റ്റ് ചെയ്ത് അതായത് താളിച്ച് വെച്ചിരിക്കുന്ന കടുകും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ മല്ലിയില ഈ ഒരു സാമ്പാറിൽ ആഡ് ചെയ്യുന്ന അത്രയ്ക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ വളരെ വ്യത്യസ്ത രീതിയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പരിപ്പ് ആദ്യം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീണ്ടും പച്ചക്കറി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു വഴട്ടുന്നതിലാണ് നമ്മുടെ ഈ ഒരു സാമ്പാറിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തമ്മിൽ
നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.